ലഹരി ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ കാലഘട്ടം. ഈ ദിവസങ്ങളിലും എനിക്ക് തോന്നുന്നു മലയാറ്റൂരിൽ നടന്ന പെൺകുഞ്ഞിനെ കല്ലുകൊണ്ട് തലക്കടിച്ച് കൊന്നതൊക്കെ അതുപോലത്തെ അതിമാരകമായ കാര്യങ്ങളാണ്. കാരണം വീട്ടുകാരുടെ അനുവാദം ഇല്ലാതെ നടക്കുന്ന ആളുകളാണ്. ഞാൻ പറയുന്നത് ഏത് രാജ്യത്തിന് വേണ്ടിയുള്ള സുവിശേഷീകരണത്തിനാണ് CIM സ്ഥാപിക്കപ്പെട്ടത്? ഏത് രാജ്യത്തിന് വേണ്ടി? ഓപ്ഷൻ എ ഇംഗ്ലണ്ട്, ഓപ്ഷൻ ബി ചൈന, ഓപ്ഷൻ സി ബർമ, ഓപ്ഷൻ ഡി ഇന്ത്യ. സംശയമുണ്ടെങ്കിൽ അവസാനിപ്പിക്കാം. കോൺഫിഡന്റ് ആണെങ്കിൽ ഉത്തരം പറയാം. വിശ്വമാനവികതയെ മനുഷ്യത്വത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ സന്ദേശത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ അതുല്യ ഗ്രന്ഥം വിശുദ്ധ ബൈബിൾ. ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ബാംഗ്ലൂർ അവതരിപ്പിക്കുന്ന ബൈബിൾ ബ്രെയിൻസിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. Bethel Medical Mission Hospital and Educational Group, Bangalore, Bible Brains, powered by Good News Live. At Bethel Medical Mission Hospital, every surgery is more than medicine. It's a mission of healing led by faith and expertise. ആരോഗ്യമേഖലയിൽ ഒരു മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? പഠിക്കുവാൻ ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? എങ്കിലിതാ നിങ്ങളെ സഹായിക്കുവാൻ ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് ഹോസ്മൻ ഹോസ്പിറ്റൽ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് നിങ്ങൾക്കൊപ്പം. ബഥേൽ മെഡിക്കൽ മിഷൻ നിങ്ങൾക്കായി ഒരുക്കുന്ന കോഴ്സുകൾ: ഫിസിയോതെറാപ്പി ഡോക്ടർ കോഴ്സ്, BSc ഇൻ നഴ്സിംഗ്, MSc ഇൻ നഴ്സിംഗ്, PBBSc, GNM, BSc OTT അനസ്തേഷ്യ +1, അതുപോലെ ഡിഗ്രി കോഴ്സുകൾ BBA, BCom, BCA എന്നിവയാണ്. ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഈ സുവർണ അവസരം നിങ്ങൾ പാഴാക്കാതെ നിങ്ങളുടെ ലക്ഷ്യം നേടൂ. അതിനായി നിങ്ങൾ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക: 8861517777. ഗുഡ് ന്യൂസ് പെന്തക്കോസ്റ്റിന്റെ മുഖശോഭ. ഓരോ ആഴ്ചയിലും ഗുഡ് ന്യൂസ് വാരിക, ഓരോ മിനിറ്റിലും ഓൺലൈൻ ഗുഡ് ന്യൂസ്, ഓരോ കാഴ്ചയിലും ഗുഡ് ന്യൂസ് ലൈവ്. വായിക്കുക, കാണുക, കേൾക്കുക. പെന്തക്കോസ്റ്റിന്റെ ചരിത്രം വിരൽത്തുമ്പിൽ. ഗുഡ് ന്യൂസ്. വിവാഹം അത് മാന്യവും വിശുദ്ധവുമാണ്, ദൈവവുമായുള്ള ഉടമ്പടി. തക്ക തുണ ദൈവം തരുന്ന സമ്മാനം. അത് ഗുഡ് ന്യൂസിലൂടെ ആവട്ടെ. ഓൺലൈൻ ഗുഡ് ന്യൂസ് മാട്രിമോണി. കൂടുതൽ വിവരങ്ങൾക്ക് 9473737226 9400520909. Bethel Medical Mission Hospital and Educational Group, Bangalore, Bible Brains, powered by Good News Live. കഴിഞ്ഞ ആഴ്ചയിലെ പ്രേക്ഷകർക്കായുള്ള ചോദ്യത്തിന്റെ ശരിയുത്തരം എഫ്രൈം. ആദ്യം ഉത്തരമയച്ചത് സാറാമ്മ MS, ഡൽഹി. Bethel Medical Mission Hospital and Educational Group, Bangalore, Bible Brains, powered by Good News Live. ബൈബിൾ ബ്രെയിൻസിന്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. നാം പലവിധമായ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പലർക്കും ബൈബിൾ വായിക്കാനും പഠിക്കാനും ഞങ്ങളുടെ ഈ പ്രോഗ്രാം പ്രചോദനമാകുന്നു എന്നുള്ളതിൽ ഞങ്ങൾക്കും അഭിമാനമുണ്ട്. ഇനിയും വായിക്കുകയും ഗ്രഹിക്കുകയും യേശുവിനോടൊപ്പം നടക്കുവാനും ഈ പ്രോഗ്രാം നിങ്ങൾക്ക് സഹായമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ എപ്പിസോഡിൽ നമ്മോടൊപ്പമുള്ള അതിഥിയെ നമുക്ക് പരിചയപ്പെടാം. എന്താണ് പേര്? അക്സ. അക്സ എവിടെ നിന്നാണ് വരുന്നത്? കട്ടപ്പനയിൽ നിന്നാണ് വരുന്നത്. കുടുംബം? വീട്ടില് അച്ഛനുണ്ട്, കുഞ്ഞുണ്ട്, പിന്നെ മമ്മിയുണ്ട്. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? അച്ഛൻ ബിസിനസ് ചെയ്യുന്നു. കുഞ്ഞിന് 2 വയസ്സ് കഴിഞ്ഞു. 2 വയസ്സ് കഴിഞ്ഞു. എങ്ങനെയുണ്ട് വീട്ടിൽ? കുഞ്ഞ് നല്ലപോലെ ഉറക്കത്തിനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ടോ? ബഹളമുണ്ടോ? ബഹളമുണ്ട്. ഓക്കെ. ഇപ്പൊ വേറെന്തെങ്കിലും മേഖലയിൽ ഏർപ്പെടുന്നുണ്ടോ? ഏതെങ്കിലും തൊഴിലോ? ഇല്ല, ഹൗസ് വൈഫാണ്. കൂടുതൽ സമയം ബൈബിൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് അവകാശപ്പെടുന്നുണ്ടോ? അവകാശപ്പെടുന്നില്ല. പിന്നെ എന്തുകൊണ്ട് ബൈബിൾ ബ്രെയിൻസിൽ മത്സരിക്കാം എന്നൊരു ചിന്ത ഉണ്ടായി? ഒരു ആഗ്രഹം? ഇങ്ങനെ പങ്കെടുത്തിട്ടില്ല. അപ്പൊ പങ്കെടുക്കാനുണ്ടായ ഒരു താല്പര്യം. അപ്പൊ ഏതുവരെയായിരുന്നു പഠനമൊക്കെ? ഏത് മേഖലയായിരുന്നു?
ഡിസ്റ്റന്റ് ആയിട്ട് എംകോം ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. എംകോം കംപ്ലീറ്റ് ചെയ്തു. അപ്പം ആ കൂട്ടത്തിൽ തത്തുല്യമായ ബൈബിളൊക്കെ പഠിക്കുകയും ചെയ്തിട്ടുണ്ട്? ഇല്ല. ബൈബിൾ പഠിക്കാനും വായിക്കാനും പരിശ്രമിക്കുന്നുണ്ട്? നമ്മുടെ ചർച്ച് ലെവലിലൊക്കെ കോമ്പറ്റീഷൻസിനൊക്കെ പോകുമ്പോൾ ചർച്ച് ലെവൽ കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഏത് ലെവൽ വരെ പോയിട്ടുണ്ട്? സ്റ്റേറ്റ് ലെവൽ വരെ മത്സരിക്കാൻ പറ്റിയിട്ടുണ്ട്? പോയിട്ടുണ്ട്. പക്ഷെ അത് പുസ്തകം ബേസ്ഡ് ആയിട്ടാണ്. അവർ പുസ്തകം തരുന്ന പുസ്തകങ്ങൾ മാത്രം പഠിച്ചാൽ മതി. ബേസ്ഡ് ആയിട്ടാണ്. ഏതെങ്കിലും ഒരു പുസ്തകം ബേസ്ഡ് ആയിട്ടൊക്കെ വരികയാണെങ്കിൽ ഉത്തരം പറയാമെന്ന് ചിന്തിക്കുന്നുണ്ട് അല്ലേ? നമുക്ക് മുമ്പോട്ട് പോയി. ഞാൻ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച് വിഷമിപ്പിക്കുന്നില്ല. അപ്പൊ നമ്മുടെ മത്സരത്തെ കുറിച്ച് 500 രൂപയിൽ തുടങ്ങി 10,000 രൂപയിൽ അവസാനിക്കുന്ന 12 ചോദ്യങ്ങളാണ് നമുക്കുള്ളത്. ആദ്യത്തെ റൗണ്ടിൽ 4 ചോദ്യങ്ങൾ. 4 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാൽ 1000 രൂപയുടെ സേഫ് സോണിൽ. രണ്ടാമത്തെ റൗണ്ടിൽ 4 ചോദ്യങ്ങൾ. ആ 4 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാൽ 3000 രൂപയുടെ സേഫ് സോണിൽ. ഒടുവിലത്തെ 3 ചോദ്യങ്ങൾ, ഏറ്റവും ഒടുവിൽ 12ാമത്തെ ചോദ്യം 10,000 രൂപയുടെ ബമ്പർ ചോദ്യം. ഈ 10,000 രൂപയായിട്ട് മടങ്ങിപ്പോകാൻ അവസരം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. മത്സരത്തിലേക്ക് നമുക്ക് പോകാം. ആദ്യത്തെ ചോദ്യം. ദിദിമോസ് എന്നും മറുപേരുള്ള ക്രിസ്തു ശിഷ്യൻ ആരാണ്? ഓപ്ഷൻ എ ഷീമോൻ, ഓപ്ഷൻ ബി യാക്കോബ്, ഓപ്ഷൻ ബി തോമസ്, ഓപ്ഷൻ ഡി മത്തായി. ഇതിൽ ദിദിമോസ് എന്ന് മറുപേരുള്ളത് ആർക്കാണ്? ആലോചിക്കാം. യോഹന്നാന്റെ സുവിശേഷത്തിലാണ്. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു ഈ പ്രയോഗം. ഓരോരുത്തരുടെയും മറുപേര് ചിന്തിക്കുക. എനിക്ക് തോന്നുന്നു അല്പം സംശയം ജനിപ്പിക്കുന്ന ആളാണ്. അല്പം സംശയമൊക്കെ ഉള്ള ആളുകൾക്ക് ഇങ്ങനെ ഒരു പേര് കൊടുക്കാന്ന് എനിക്ക് തോന്നുന്നു. ആലോചിക്കും. ഓപ്ഷൻ സി തോമസ്. ഓപ്ഷൻ സി തോമസ് ഉറപ്പിക്കുക. ഓപ്ഷൻ സി തോമസ് ഉത്തരം ഉറപ്പിക്കുകയാണ്. അതിനകത്തൊരു സംശയം ഉണ്ടായിരുന്നോ? ഒരു ആശങ്ക വന്നോ? ആർക്കായിരിക്കാം ഈ മറുപേരെന്ന് ഒരു ആശങ്ക തോന്നിയോ? ചെറുതായിട്ട്. ഓക്കെ, നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തെ ഉത്തരം ഓപ്ഷൻ സി തോമസ്. ഉത്തരം ശരിയാണോ? ആ ഉത്തരം ശരിയാണ്. അങ്ങനെ ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഫിനിഷ് ചെയ്തു. വളരെ ശ്രദ്ധയോടെ മത്സരിക്കുക, ഓപ്ഷൻസ് നന്നായി വായിക്കുക, പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം. നീചന്മാരും യഹോവയെ ഓർക്കാത്തവരുമായിരുന്നത് ആരുടെ പുത്രന്മാരാണ്? ഓപ്ഷൻ എ മോശയുടെ പുത്രന്മാർ, ഓപ്ഷൻ ബി യാക്കോബിന്റെ പുത്രന്മാർ, ഓപ്ഷൻ സി ഏലിയുടെ പുത്രന്മാർ, ഓപ്ഷൻ ഡി എൽക്കാനയുടെ പുത്രന്മാർ. ആരാണ്? ഓപ്ഷൻ സി ഏലി ഉറപ്പിക്കുക. ഓപ്ഷൻ സി ഏലി ഉത്തരം ഉറപ്പിക്കുകയാണ്. ഇതിൽ എനിക്ക് തോന്നുന്നു യാക്കോബിന്റെ പുത്രന്മാരിലും ചില നീചന്മാരുണ്ടായിരുന്നെങ്കിലും അവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് ഓർക്കുന്നത്. എൽക്കാനയെ കുറിച്ച് അറിയാമോ? എൽക്കാന ഹന്നയുടെ ഹസ്ബൻഡാണ്. എൽക്കാനയുടെ പുത്രൻ നീതനല്ലായിരുന്നു. പക്ഷെ ആ സമാന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു പുരോഹിതനായിരുന്നു ഏലി. പുരോഹിതന്റെ പുത്രന്മാരെ കുറിച്ച് അത്ര യോഗ്യമായ സാക്ഷ്യമല്ല. അവരെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ സി ഏലി. ഉത്തരം ശരിയാണോ? ആ ഉത്തരവും വളരെ ശരിയാണ്. 2 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയിട്ടുണ്ട്. 4 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുമ്പോൾ മാത്രമാണ് നമ്മളൊരു സേഫ് സോണിൽ എത്തുന്നത്. അപ്പൊ പ്രേക്ഷകരെ, നിങ്ങൾ ആകാംക്ഷയോടെ നിങ്ങളുടെ ചോദ്യത്തിന് വേണ്ടി കാത്തിരിക്കുകയാണെന്നറിയാം. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഉത്തരം അവിടെ സമർപ്പിക്കാവുന്നതാണ്. നിങ്ങളുടെ ഉത്തരത്തിലേക്ക് നയിക്കുന്ന ഒന്നാമത്തെ സൂചന ഇതാണ്. പ്രേക്ഷകർക്കായുള്ള ചോദ്യത്തിന്റെ ഒന്നാം സൂചന. ഇസ്രായേൽ മക്കൾ യഹോവയുടെ ന്യായപ്രമാണം അനുസരിക്കുമോ എന്നറിയേണ്ടതിന് യഹോവ എന്നെ ഉപയോഗിച്ചു. Bethel Medical Mission Hospital and Educational Group, Bangalore, Bible Brains, powered by Good News Live. നമുക്ക് മടങ്ങി വരാം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ടെൻഷൻ തോന്നുന്നുണ്ടോ? ഇല്ല. ഇപ്പൊ ടെൻഷൻ ഇല്ല, ഉണ്ട്. മുമ്പിലേക്ക് പോകാം. ആദ്യത്തെ റൗണ്ടിലെ 3ാമത്തെ ചോദ്യം. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആര് പറഞ്ഞതാണ്? ഓപ്ഷൻ എ ദാവീദ്, ഓപ്ഷൻ ബി ഏലിയാവ്, ഓപ്ഷൻ സി ശലോമോൻ, ഓപ്ഷൻ ഡി ഇയ്യോബ്. ആരാണ് ഇത് പറഞ്ഞത്? ഓപ്ഷൻ ഡി ഇയ്യോബ്. ഉത്തരം ഉറപ്പിക്കാം. ഓപ്ഷൻ ഡി. നമുക്ക് പരിശോധിക്കാം. 3ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ഇയ്യോബ്. ഉത്തരം ശരിയാണോ? ആ ഉത്തരവും ശരിയാണ്. 3 ചോദ്യങ്ങൾക്ക്
കൃത്യമായി ഉത്തരം നൽകിയിട്ടുണ്ട്. 4ാമത്തെ ചോദ്യത്തിലേക്ക്, ഫസ്റ്റ് റൗണ്ടിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. 1ാമത്തെ റൗണ്ടിലെ അവസാനത്തെ ചോദ്യം, ലോക അവകാശിയാകും എന്നുള്ള വാഗ്ദത്തം ലഭിച്ചത് ആർക്ക്? ഓപ്ഷൻ എ അബ്രഹാമിന്, ഓപ്ഷൻ ബി യേശു ക്രിസ്തുവിന്, ഓപ്ഷൻ സി മോശ, ഓപ്ഷൻ ഡി ആദം. ഇതിൽ ആർക്കാണ് ലോക അവകാശിയാകും എന്നുള്ള വാഗ്ദത്തം ലഭിച്ചത്? ആലോചിക്കാം. പുതിയ നിയമത്തിലുള്ള ഒരു പരാമർശമാണ്, പഴയ നിയമത്തിലുള്ള വ്യക്തിയാണ്. അത് വിശ്വാസവുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾക്കൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. അവരാണ് ആ പാറ്റേണിൽ വരുന്നതെന്നൊക്കെ ആലോചിക്കാം. ഓപ്ഷൻ എ അബ്രഹാം. ഉത്തരം ഉറപ്പിക്കുകയാണ്. ഓപ്ഷൻ എ അബ്രഹാം. ഉത്തരം ഉറപ്പിക്കുകയാണ്. അതിലിനി സംശയമൊന്നുമില്ല, മാറ്റമൊന്നും വേണ്ട. ഓക്കെ, ഓപ്ഷൻ എ അബ്രഹാം ഉത്തരം ശരിയാണോ? ആ ഉത്തരവും ശരിയാണ്. അപ്പോൾ ഏതായാലും ഇനി ഒരു ദീർഘശ്വാസം എടുക്കാം. കാരണം ആദ്യത്തെ റൗണ്ട് പൂർത്തീകരിച്ചിട്ടുണ്ട്. 1000 രൂപയുടെ സേഫ് സോണിലാണ് എത്തിയിരിക്കുന്നത്. ഒരു കാര്യം ഉറപ്പായി, നമുക്ക് ഏതായാലും ഒരു സമ്മാനവും ഇല്ലാതല്ല പോകുന്നു, ഏതെങ്കിലും പ്രൈസ് ഉണ്ട്. അപ്പോൾ ഇനി മുമ്പിലേക്ക് പോകുമ്പോൾ ചോദ്യങ്ങൾ ഇനി ആശയക്കുഴപ്പമുണ്ടാക്കാം, ഉത്തരങ്ങൾ ആശയക്കുഴപ്പമുണ്ടാക്കാം. അപ്പം ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ആ ഉത്തരം കൃത്യമായി അറിയില്ലെങ്കിൽ മത്സരം അവിടെ അവസാനിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. മത്സരം നമുക്ക് അവസാനിപ്പിക്കാം. ക്വിറ്റ് ചെയ്താൽ ഏതാണോ, ഏത് സമ്മാനത്തുകയിലാണോ നമ്മൾ നിൽക്കുന്നത്, ആ സമ്മാനത്തുക നമുക്ക് കിട്ടും. അപ്പൊ ആശയക്കുഴപ്പമുണ്ടെങ്കിൽ മത്സരം അവസാനിപ്പിക്കുക. ഉറപ്പുണ്ടെങ്കിൽ മാത്രം മുൻപിലേക്ക് മത്സരിക്കുക. അപ്പൊ 2ാമത്തെ റൗണ്ടിലേക്ക് പോകാം. 2ാമത്തെ റൗണ്ടിൽ പോകുമ്പോൾ 2 ഓപ്ഷൻ. പഴയ നിയമത്തിൽ നിന്നുള്ള ചോദ്യം വേണോ, പുതിയ നിയമത്തിൽ നിന്നുള്ള ചോദ്യം? പഴയ നിയമം. ആരും പഴയ നിയമം എടുക്കുന്ന എനിക്ക് തോന്നുന്നു 3ാമത്തെ ആളാണെന്ന് തോന്നുന്നു. ബാക്കി എല്ലാവരും പുതിയ നിയമം എടുത്തിട്ടുണ്ട്. നിരവധി മത്സരാർത്ഥികൾ വന്നു പോയിട്ടുണ്ട്. പഴയ നിയമം അങ്ങനെ ആരും തിരഞ്ഞെടുത്തിട്ടില്ല. എന്തുകൊണ്ടാണ് പഴയ നിയമം തിരഞ്ഞെടുത്തത്? അങ്ങനൊന്നുമില്ല, ചുമ്മാ അങ്ങ് എടുത്തു. അല്ല, പുതിയ നിയമത്തില് പൗലോസ് യാത്ര ചെയ്ത സഭകൾ അതൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ പഴയ നിയമത്തിന്റെ പുറപ്പാട് പുസ്തകത്തിലെ സഭാഗമന കൂടാരത്തിന്റെ നൂലും പഞ്ഞിയൊക്കെ ചോദിച്ചെങ്കിലും അങ്ങനെ ചോദിക്കാൻ സാധ്യതയുണ്ടല്ലോ. ഏതായാലും ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നില്ല. നമുക്ക് 2ാമത്തെ റൗണ്ടിലെ ചോദ്യത്തിലേക്ക് പോകാം. പഴയ നിയമത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ. രാജാവായി വാഴ്ച തുടങ്ങിയപ്പോൾ ദാവീദിന് എത്ര വയസ്സുണ്ടായിരുന്നു? ഓപ്ഷൻ എ 18, ഓപ്ഷൻ ബി 30, ഓപ്ഷൻ സി 22, ഓപ്ഷൻ ഡി 40. രാജാവായി വാഴ്ച തുടങ്ങിയപ്പോൾ ദാവീദിന് എത്ര വയസ്സുണ്ടായിരുന്നു? ആലോചിച്ച് ചിന്തിച്ച് ഉത്തരം പറയുക. ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്ന പ്രായത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു ഉത്തരം കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കുറവുമല്ല കൂടുതലും അല്ലാത്ത ഉത്തരത്തിലേക്ക് വരണം. ദാവീദ് ഓപ്ഷൻ ബി 30 ഉറപ്പിക്കുക. ഓപ്ഷൻ ബി 30 ഉത്തരം ഉറപ്പിക്കുകയാണ്. 30ാം വയസ്സിൽ തന്നെ ആയിരിക്കുമോ? ഉറപ്പില്ലാതാണോ ഉത്തരം പറഞ്ഞേ? ഉറപ്പുണ്ട്. 30ലാണ് തുടങ്ങിയത്. പക്ഷെ ദാവീദ് വളരെ ബാല്യത്തിൽ അഭിഷേകം ചെയ്യപ്പെട്ട ആളല്ലേ? രാജാവായപ്പോ 30 വയസ്സ്. 30 വയസ്സ് അത്രത്തോളം ബാല്യമല്ലല്ലോ, അതൊരു യൗവന പ്രായമായില്ലേ 30 വയസ്സ്? കുഴപ്പമാണോ? നമുക്ക് നോക്കാം. ഏതായാലും ആ ഉത്തരം ലോക്ക് ചെയ്ത് ഇനി ഒരു മടങ്ങിപ്പോക്കില്ല. മടങ്ങിപ്പോകണ്ടല്ലോ. അപ്പൊ നമുക്ക് പരിശോധിക്കാം. ഈ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി 30 എന്ന ഉത്തരം ശരിയാണോ? ആ ഉത്തരവും ശരിയാണ്. ദാവീദിന് വാഴ്ച തുടങ്ങിയപ്പോൾ 30 വയസ്സായിരുന്നു. ഹെബ്രോനിലാണ് താൻ ആദ്യം ജെറുസലേമിൽ രാജാവായിരിക്കുന്നതിന് മുമ്പ് 7 വർഷക്കാലത്തോളം ഹെബ്രോനിലാണ് താൻ തൻ്റെ കിങ്ഡം അതിൻ്റെ ക്യാപിറ്റൽ ആയിരുന്നത്. നമുക്കിനി മുന്നോട്ട് പോകാം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 2ാമത്തെ റൗണ്ടിലെ 5ാമത്തെ ചോദ്യം. വൃദ്ധന്മാർക്ക് കിരീടം ആകുന്നത് എന്ത്? വൃദ്ധന്മാർക്ക് കിരീടം. ഓപ്ഷൻ എ സന്തുഷ്ട ഹൃദയം, ഓപ്ഷൻ ബി ഭവനവും സമ്പത്തും, ഓപ്ഷൻ സി മക്കളുടെ മക്കൾ, ഓപ്ഷൻ ഡി യഹോവ ഭക്തി. ഇതിലേതാണ് വൃദ്ധന്മാർക്ക് കിരീടമാകുന്നത്? ഓപ്ഷൻ സി മക്കളുടെ മക്കൾ. ഉറപ്പിക്കാം, സംശയമൊന്നുമില്ല. ഒരു നരച്ച തല ഇതിനകത്ത് ഇല്ലാത്തതുകൊണ്ട് പിന്നെ വരുമ്പോ ഒരു ഓപ്ഷൻ നരച്ച തല ശോഭയുള്ള കിരീടം എന്നാണല്ലോ. നരച്ച തല വരാത്തപ്പോ പിന്നെ ഇതായിരിക്കും. ഉറപ്പാണോ? അതോ അപ്പൊ യഹോവ ഭക്തി കിരീടം അല്ല എന്നൊരു ആശയമുണ്ടോ? ഇല്ല. ഓപ്ഷൻ സി. ഓക്കെ, ഓപ്ഷൻ സി
മക്കളുടെ മക്കൾ എന്ന ഉത്തരം ഉറപ്പിക്കുകയാണ്. വൃദ്ധന്മാർക്ക് കിരീടമാകുന്നത് മക്കളുടെ മക്കൾ. പക്ഷെ ഈ തലമുറയിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. വൃദ്ധന്മാർക്ക് കിരീടമല്ല, അത് എന്താണെന്ന് നമുക്ക് വിവരിക്കാൻ കഴിയാത്ത രീതിയിലാണ് മക്കളുടെ മക്കളൊക്കെ മാറുന്നത്. ഇപ്പം നമ്മളും പരിശ്രമിക്കുക, പ്രത്യേകിച്ച് യുവാക്കളായതുകൊണ്ട് ഞാൻ പറയും, നമ്മുടെ മുൻ തലമുറയിലുള്ള ആളുകൾക്ക് സന്തോഷം ജനിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ഈ തലമുറയിൽ എനിക്ക് തോന്നുന്നു കേരളത്തിലെ യുവാക്കളിൽ ഏറ്റവും അധികം കൂടുതൽ ലഹരി ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ കാലഘട്ടം. ഈ ദിവസങ്ങളിലും എനിക്ക് തോന്നുന്നു മലയാറ്റൂരിൽ നടന്ന പെൺകുഞ്ഞിനെ കല്ലുകൊണ്ട് തലക്കടിച്ചു കൊന്നതൊക്കെ അതുപോലത്തെ അതിമാരകമായ കാര്യങ്ങളാണ്. കാരണം വീട്ടുകാരുടെ അനുവാദം ഇല്ലാതെ നടക്കുന്ന ആളുകളാണ്. ഞാൻ പറയുന്നത് എത്രയോ പാടുപെട്ടാണ് ഇതിനു മുൻപുള്ള പിതാക്കന്മാർ വളർത്തിയത്. അപ്പോൾ മക്കളുടെ മക്കൾ ഒരു കിരീടമായിരിക്കട്ടെ, അവർക്ക് ഭംഗിയുള്ള, അവർ അഭിമാനിക്കത്തക്ക നിലയിലുള്ള നേട്ടങ്ങൾ എല്ലാവർക്കും കൈവരിക്കാൻ കഴിയട്ടെ. ഏതായാലും ഈ ഉത്തരം ശരിയാണോ എന്ന് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. രണ്ടാമത്തെ റൗണ്ടിലെ രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം മക്കളുടെ മക്കൾ. ആ ഉത്തരവും വളരെ ശരിയാണ്. ഇനി മുൻപോട്ട് പോകുന്നതിന് മുൻപ് പ്രേക്ഷകരെ, നിങ്ങൾക്കുള്ള ഉത്തരത്തിന്റെ രണ്ടാമത്തെ സൂചന നൽകുകയാണ്. വളരെ ശ്രദ്ധയോടെ ആ സൂചന ശ്രദ്ധിക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആ ഉത്തരം സമർപ്പിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. പ്രേക്ഷകർക്കായുള്ള ചോദ്യത്തിന്റെ രണ്ടാം സൂചന. പഴയ നിയമത്തിൽ മാത്രമല്ല, പുതിയ നിയമത്തിലും എന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. Bethel Medical Mission Hospital and Educational Group, Bangalore. Bible Brains. Powered by Good News Live. അപ്പോൾ നമുക്ക് മടങ്ങി വരാം. രണ്ടാമത്തെ റൗണ്ടിലെ മൂന്നാമത്തെ ചോദ്യത്തിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഇതാണ് ചോദ്യം. എഫ്രൈം മലനാട്ടിൽ നിന്ന് വന്ന ശിഷ്യന്മാർക്ക് കൊടുക്കുവാൻ നയമാനിൽ നിന്ന് ഗേഹസി ആവശ്യപ്പെട്ടത് ഇവയിൽ ഏതാണ്? 1 താലന്ത് പൊന്നും 10 കൂട്ടം വസ്ത്രവും. ഓപ്ഷൻ ബി 2 താലന്ത് വെള്ളി. ഓപ്ഷൻ സി 1 താലന്ത് വെള്ളിയും 2 കൂട്ടം വസ്ത്രവും. ഓപ്ഷൻ ഡി 1 ശേക്കൽ പൊന്ന്. എഫ്രൈം മലനാട്ടിൽ നിന്ന് വന്ന ശിഷ്യന്മാർക്ക് കൊടുക്കാൻ ഈ നയമാൻ ഏലീശയുടെ വീട്ടിൽ വന്ന് സൗഖ്യം പ്രാപിച്ച് മടങ്ങി പോകുമ്പോൾ ഏലീശയ്ക്ക് കൊടുക്കാൻ കുറച്ച് ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവന്നു. ഏലീശ പറഞ്ഞു, എനിക്ക് ആ ഗിഫ്റ്റ് വേണ്ട. അപ്പൊ ആ ഗിഫ്റ്റുമായിട്ട് നയമാൻ മടങ്ങി പോകുമ്പോൾ ഗേഹസി രഥത്തിന് പിന്നാലെ ഓടിയിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് വേറെ 2 ഗസ്റ്റ് വന്നിട്ടുണ്ട്, അവർക്ക് കൊടുക്കാൻ 2 വേണമെന്ന് യജമാനൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ 2 തന്നു വിടുവാണെങ്കിൽ ഞാനിത് കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് വന്ന് ചോദിച്ചിരുന്നു. എന്തായിരിക്കാം വരുന്ന ഗസ്റ്റിന് കൊടുക്കാൻ ചോദിച്ചത്? ആലോചിക്കാം. ഏതായാലും ഒരു കാര്യമായിരിക്കില്ലല്ലോ ചോദിച്ചത് ഗസ്റ്റിന് കൊടുക്കാൻ. ഓപ്ഷൻ സി 1 താലന്ത് വെള്ളിയും 2 കൂട്ടം വസ്ത്രം. ഓക്കെ, ഓപ്ഷൻ സി 1 താലന്ത് വെള്ളിയും 2 കൂട്ടം വസ്ത്രവും. ഉറപ്പിക്കാം. മാറ്റം, ചേഞ്ച് ഒന്നും വേണ്ടല്ലോ. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോ ഇനി നമ്മുടെ പണ്ടാണ് ഹൈ റേഞ്ചിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പണ്ട് എൻ്റെ അനുഭവം ഞാൻ പറയും. പണ്ട് വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഞങ്ങൾ പുറകിൽ കൂടെ അടുത്ത കടയിലോട്ട് ഓടുകയോ അടുത്ത വീട്ടിൽ പോയി പഞ്ചസാര മേടിക്കാനോ ഒക്കെ പോയിരുന്ന ഒരു കാലഘട്ടം പണ്ട് ഹൈ റേഞ്ചിലുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഗസ്റ്റ് വരുമ്പോൾ നേരെ കടയിലോട്ട് പോവുകയാണ് എന്തെങ്കിലും വാങ്ങാനൊക്കെ എന്ന് പറഞ്ഞതുപോലെയാണ് ഇവർ അവരിങ്ങനെ ഒരു ഗസ്റ്റേ വന്നിട്ടില്ല. ഗേഹസി തൻ്റെ മനസ്സിലെ ആഗ്രഹം കാരണം ഓടിയതാണ്. നമുക്ക് നോക്കാം. ഓപ്ഷൻ സി എന്ന ഉത്തരം ശരിയാണോ? ഓപ്ഷൻ സി ആ ഉത്തരം ശരിയാണ്. നമുക്ക് മുൻപിലേക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ റൗണ്ടിലെ അവസാനത്തെ ചോദ്യം. യാക്കോബ് തൻ്റെ മരണസമയത്ത് തൻ്റെ പുത്രന്മാരോട് പറഞ്ഞവയിൽ ശരിയല്ലാത്തതായി തന്നിരിക്കുന്നത് ഏത്? യാക്കോബ് മരിക്കാൻ നേരെ മക്കളോട് പറഞ്ഞ ചില വാചകങ്ങളാണ് തന്നിരിക്കുന്നത്. ഇതിൽ ശരിയല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ യഹൂദ ഒരു ബാലസിംഹം. ഓപ്ഷൻ ബി ദാൻ പാതയിൽ ഒരു സർപ്പം. ഓപ്ഷൻ സി സെബുലൂൻ സ്വതന്ത്രയായി നടക്കുന്ന പേടമാൻ. ഓപ്ഷൻ ഡി ബെന്യാമിൻ കടിച്ചു കീറുന്ന ചെന്നായി. ഇവയിൽ ഏതാണ് യാക്കോബ് മക്കളെ കുറിച്ച് പറയാത്തത്? ടൈമർ ശ്രദ്ധിക്കേണ്ട. സംശയം ഉണ്ടെങ്കിൽ ഇപ്പോ 2500 രൂപ സമ്മാനത്തുകയിലാണ് നിൽക്കുന്നത്. സംശയം ഉണ്ടെങ്കിൽ അവിടെ അവസാനിപ്പിക്കാം. ഉറപ്പാണെങ്കിൽ മുമ്പിലേക്ക് പോകാം. ഓപ്ഷൻ സി സെബുലൂൻ സ്വതന്ത്രയായി നടക്കുന്ന പേടമാൻ. ഓപ്ഷൻ സി ഉറപ്പിക്കുകയാണ്. ഓപ്ഷൻ സി സെബുലൂൻ സ്വതന്ത്രയായി നടക്കുന്ന പേടമാൻ.
എന്ന ഉത്തരം ഉറപ്പിക്കുകയാണ്. ഉറപ്പിക്കുക ഓപ്ഷൻ സി. സംശയമൊന്നുമില്ല. എന്നാലും പാതയിൽ ഒരു സർപ്പം വന്ന് മകനെ കുറിച്ച് യാക്കോബ് പറയാൻ സാധ്യതയുണ്ടോ? ദാനെ കുറിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉറപ്പാണ്. അപ്പൊ സംശയമില്ല. അപ്പൊ നമുക്ക് പരിശോധിക്കാം. ഓപ്ഷൻ സി സെബുലൂൻ സ്വതന്ത്രയായി നടക്കുന്ന പേടമാൻ എന്ന ഉത്തരം ശരിയാണോ? ആ ഉത്തരവ് ശരിയാണ്. അപ്പോൾ 2 റൗണ്ടുകൾ പൂർത്തീകരിച്ച് 3000 രൂപയുടെ സേഫ് സോണിൽ എത്തിയിട്ടുണ്ട്. ഇപ്പം നല്ലൊരു സമ്മാന തുകയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പം കംഫർട്ടായോ? ഒരു ചിരി മാത്രമേ ഉള്ളൂ, മറുപടി ഒരു മറുപടിയില്ല. മുമ്പിലേക്ക് നമുക്ക് പോകാം. മുമ്പിലേക്ക് പോകുമ്പോൾ 3 ഓപ്ഷനാണ് നമ്മുടെ മുൻപിലുള്ളത്. ഒന്ന് റിലീജിയൻ, ഒന്ന് മിഷണറീസ്, ഒന്ന് മ്യൂസിക്, അത് ക്രൈസ്തവ സംഗീതമാണ്. അപ്പം മതങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ, അത് മതങ്ങളുടെ ആരംഭ ഉത്ഭവം, അതിൻ്റെ പ്രചാരകന്മാർ, ആ ചോദ്യമായിരിക്കും. മിഷണറീസ് സംബന്ധിച്ച് വരുമ്പോൾ അവരുടെ സംഭാവനകൾ, അവരുടെ വർഷങ്ങൾ അവർ ചെയ്തത്, അത് സംബന്ധിച്ച ചോദ്യങ്ങളാണ്. ക്രൈസ്തവ ഗാന ചോദ്യങ്ങൾ വരുമ്പോൾ മിക്കവാറും പാട്ടിൻ്റെ വരികൾ, പാട്ട് എഴുതിയതാര്, എഴുതിയ സാഹചര്യം, അതൊക്കെ ആയിരിക്കും ചോദ്യങ്ങൾ. ഏത് ഓപ്ഷനാണ് തിരഞ്ഞെടുക്കുന്നത്? മിഷണറീസ്. ഓക്കെ. മിഷണറീസ് എന്നുള്ള ചോദ്യം അറിവുണ്ടായത് കൊണ്ടാണോ? ഏതെങ്കിലും കടന്നു പോകാമെന്ന് ചിന്തിക്കുന്നതുകൊണ്ടാണോ? ഏതെങ്കിലൂടെ കടന്നു പോകാം, ചെറുതായിട്ടെങ്കിലും അറിവുള്ളത് മിഷണറീസ് ആണ്. ഓക്കെ, നമുക്ക് മുമ്പിലേക്ക് പോകാം. മിഷണറി എന്ന റൗണ്ടിലെ 3-ാം റൗണ്ടിലെ 1-ാമത്തെ ചോദ്യം. എവിടെ പ്രവർത്തിക്കുവാനാണ് ഡേവിഡ് ലിവിങ്സ്റ്റൺ ആഗ്രഹിച്ചത്? ഓപ്ഷൻ എ ഇന്ത്യ, ഓപ്ഷൻ ബി ചൈന, ഓപ്ഷൻ സി ബർമ, ഓപ്ഷൻ ഡി ആഫ്രിക്ക. ഇതിലെവിടെയാണ് പ്രവർത്തിക്കാനാണ് ഡേവിഡ് ലിവിങ്സ്റ്റൺ ആഗ്രഹിച്ചത്? പ്രവർത്തിച്ചതല്ല, പ്രവർത്തിക്കാൻ ആഗ്രഹിച്ചിരുന്നത്. ആലോചിക്കാം. സേഫ് സോൺ ആയതുകൊണ്ട് ഉത്തരം തെറ്റിപ്പോയാലും പ്രശ്നമല്ല. ഓപ്ഷൻ ബി ചൈന. ഓപ്ഷൻ ബി ചൈന. ഉത്തരം ഉറപ്പിക്കുക. ഓപ്ഷൻ ബി ചൈന. ഉത്തരം ഉറപ്പിക്കുകയാണ്. ഡേവിഡ് ലിവിങ്സ്റ്റൺ എവിടെ പ്രവർത്തിച്ചിരുന്നത് എന്ന് സംബന്ധിച്ച് ആഫ്രിക്കയിലാണ് ഡേവിഡ് ലിവിങ്സ്റ്റൺ പ്രവർത്തിച്ചത്. ആഗ്രഹിച്ചത് ചൈനയിലാണ് എന്നൊരു ചിന്തയാണ് മനസ്സിലുള്ളത്. ചൈനയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിച്ചിട്ട് ആഫ്രിക്കയിലേക്ക് പോകേണ്ടി വന്നു എന്നൊരു ചിന്തയാണ് മനസ്സിൽ നിൽക്കുന്നത്. നമുക്ക് പരിശോധിക്കാം. 9-ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ബി ചൈന. ഉത്തരം ശരിയാണോ? ചൈന. ആ ഉത്തരവ് ശരിയാണ്. ഇപ്പം നമുക്ക് മുമ്പിലേക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വളരെ ശ്രദ്ധാപൂർവം ഇപ്പം മറ്റൊരു സമ്മാനത്തുകയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അടുത്ത ഉത്തരം സംശയമാണെങ്കിൽ അവിടെ അവസാനിപ്പിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അപ്പോൾ സംശയം ഉണ്ടെങ്കിൽ ക്വിറ്റ് ചെയ്യുക. മിഷണറീസ് റൗണ്ടിലെ 2-ാമത്തെ ചോദ്യം. ഹഡ്സൺ ടൈലർ ഏത് രാജ്യക്കാരനായിരുന്നു? ഓപ്ഷൻ എ ഇംഗ്ലണ്ട്, ഓപ്ഷൻ ബി അമേരിക്ക, ഓപ്ഷൻ സി സ്വീഡൻ, ഓപ്ഷൻ ഡി അയർലൻഡ്. ഹഡ്സൺ ടൈലർ ഏത് രാജ്യക്കാരനായിരുന്നു? ആലോചിച്ച് ഉത്തരം പറയാം. സംശയമാണെങ്കിൽ അവസാനിപ്പിക്കണം. എന്തു തിരഞ്ഞെടുക്കുന്നു? ക്രിക്കറ്റ് കാണുന്നവരായിരുന്നെങ്കിൽ ഈ ടൈലർ എന്നുള്ള പേര് ഏത് രാജ്യത്ത് പ്ലെയേഴ്സിനാണ് വരുന്നതെന്ന് ചിന്തിച്ചാൽ ഏകദേശം ഒരു ഉത്തരത്തിലൂടെ ഒക്കെ ഒരുപക്ഷെ പോകാൻ സാധിച്ചിരുന്നേനെ. സംശയം ഉണ്ടെങ്കിൽ അവസാനിപ്പിക്കണം. കറക്കി കുത്തി നഷ്ടപ്പെടുത്തരുത്. ഓക്കെ, മുന്നോട്ട് പോകാം. ഓപ്ഷൻ എയുമായിട്ട് മുന്നോട്ട് പോകുന്നു. തെറ്റിപ്പോയാൽ നമുക്ക് ആ 3000 രൂപ എന്ന സമ്മാനത്തുക സേഫ് സോണാണ്, അതിലൂടെ പോകാം. ഓക്കെ, ഓപ്ഷൻ എ ഇംഗ്ലണ്ട് എന്ന ഉത്തരം ഉറപ്പിക്കുകയാണ്. തെറ്റിപ്പോയാലും കുഴപ്പമില്ല എന്നുള്ളതാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു മറ്റൊരു രാജ്യമാണെങ്കിൽ ചെറിയൊരു സങ്കടമാകും. എന്നാലും കുഴപ്പമില്ല. ഇത്രത്തോളം മത്സരിച്ച് ഈ റൗണ്ട് വരെ എത്തി, 9 ചോദ്യം വരെ എത്തി. അത് നല്ലൊരു മികവുറ്റ പ്രകടനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് 10-ാമത്തെ ചോദ്യത്തിന് ഉത്തരം പരിശോധിക്കുന്നു. ഓപ്ഷൻ എ ഇംഗ്ലണ്ട് എന്ന ഉത്തരം ശരിയാണോ? ഇംഗ്ലണ്ട് എന്ന ഉത്തരം ശരിയാണ്. എനിക്ക് തോന്നുന്നു ക്രിക്കറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഏതായാലും അമേരിക്കയിലും സ്വീഡനിലും ഒന്നും ക്രിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് ഇംഗ്ലണ്ടിലായിരിക്കും ക്രിക്കറ്റ് എന്നൊരു ആശയത്തിലാണ് ഉത്തരത്തിൽ വന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും ക്ലൂ മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ്. 5000 രൂപ എന്ന സമ്മാനത്തുകയിൽ എത്തിയിട്ടുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. മിഷണറീസ് റൗണ്ടിലെ ഒടുവിലത്തെ ചോദ്യം. ഏത് രാജ്യത്തിന് വേണ്ടിയുള്ള സുവിശേഷീകരണത്തിനാണ് CIM സ്ഥാപിക്കപ്പെട്ടത്? ഏത് രാജ്യത്തിന് വേണ്ടി? ഓപ്ഷൻ എ ഇംഗ്ലണ്ട്, ഓപ്ഷൻ ബി ചൈന, ഓപ്ഷൻ സി ബർമ, ഓപ്ഷൻ ഡി ഇന്ത്യ.
സംശയമുണ്ടെങ്കിൽ അവസാനിപ്പിക്കാം. കോൺഫിഡന്റ് ആണെങ്കിൽ ഉത്തരം പറയാം. ഏത് രാജ്യത്തിനു വേണ്ടിയാണ് CIM സ്ഥാപിക്കുന്നത്? ക്വിറ്റിയാണ്. ഒരു ഉറപ്പില്ല. ഒരു മിഷൻ സംഘടനയാണ്. ഇന്ത്യയിൽ പല മിഷൻ സംഘടനകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ പേരുകൾ ഓർക്കുക. വേണ്ട, ക്വിറ്റ് ചെയ്യാം. ഗസ്സിന് പോയി തെറ്റിലേക്ക് പോകണ്ട. എന്ത് ചിന്തിക്കുന്നു? അവസാനിപ്പിക്കുന്നു. ക്വിറ്റ് ചെയ്യാണ്. ഓക്കെ, മത്സരം ഇവിടെ അവസാനിച്ചു. വളരെ നന്നായി മത്സരിച്ചു. വളരെ വൈസായിട്ടുള്ള ഡിസിഷനാണ്. നല്ലൊരു സമ്മാനത്തുക 5000 എന്ന നല്ലൊരു സമ്മാനത്തുകയിലാണ് ഇപ്പോൾ ഈ മത്സരം വന്ന് നിൽക്കുന്നത്. അത് ഏതായാലും സമ്മാനമായി കിട്ടി. ഇനി മുൻപോട്ട് അല്ല, ക്വിറ്റ് ചെയ്യാതെ മുൻപോട്ട് പോവുകയായിരുന്നെങ്കിൽ എന്തായിരുന്നു ഉത്തരം? CIM. ഏതായാലും ഇംഗ്ലണ്ടിന് ഒരു മിഷൻ സംഘടന വേണ്ടി വരില്ല. ചൈനയ്ക്കും ഇന്ത്യക്കും ബർമ്മയ്ക്കും ഒരു മിഷൻ സംഘടന വേണം. അപ്പൊ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട മിഷൻ സംഘടനയുടെ പേരുകൾ ഒരുപക്ഷെ നമുക്കറിയാം. LMS ഉണ്ട്, CMS ഉണ്ട്, BMS ഉണ്ട്, അതിനെക്കുറിച്ചൊക്കെ ഉണ്ട്. അപ്പൊ ഈ CIM ഏത് രാജ്യത്തിന് വേണ്ടി ആയിരിക്കും? ചൈന ആകാൻ ഒരു സാധ്യത ആണ് പറയുന്നത്. ഓക്കെ, ഓപ്ഷൻ ബി ചൈന എന്ന ഉത്തരം നമ്മൾ ഒന്ന് പരിശോധിക്കുകയാണ്. മത്സരം അവസാനിച്ചുവെങ്കിലും ഒരു നമ്മളിതിന് പറയുന്നത് കറക്കി കുത്തുക എന്ന് പറയുന്നത്, കറക്കി എറിയുക. നമുക്ക് നോക്കാം ഈ കറക്കി എറിഞ്ഞത് വീണിട്ടുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. 11ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ബി ചൈന എന്ന ഉത്തരം ശരിയാണോ? ചൈന എന്ന ഉത്തരം വളരെ ശരിയാണ്. ഇത് പൂർത്തീകരിച്ചിരുന്നെങ്കിൽ 6000 രൂപയുടെ സമ്മാനത്തുകയിൽ എത്തിയിരുന്നേനെ. പക്ഷെ വേറൊരു ചിന്തയിൽ തെറ്റിപ്പോയിരുന്നെങ്കിൽ നേരെ മടങ്ങി പോവുക 3000 എന്ന സമ്മാനത്തുകയിലായിരുന്നു. അതുകൊണ്ട് ഇതൊരു വൈസ് ഡിസിഷനാണ്. അക്സ വളരെ നന്നായി മത്സരിച്ചു, വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്തു. ബൈബിൾ ബ്രെയിൻസിന്റെ എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. എങ്ങനെ വീടുകളിൽ സമയം ചെലവഴിക്കുന്ന ആളുകൾ ബൈബിൾ വായിക്കട്ടെ, പഠിക്കട്ടെ, കർത്താവിനോട് ചേർന്ന് നടക്കട്ടെ, കൂടുതൽ അറിവ് നേടാനൊക്കെ അവസരങ്ങൾ ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളുടെ ചോദ്യം പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. നിങ്ങളുടെ ചോദ്യത്തിന്റെ 3ാമത്തെ സൂചന ഇതാണ്. ശ്രദ്ധിച്ച് വേഗത്തിൽ ഉത്തരം നൽകുക. പ്രേക്ഷകർക്കായുള്ള ചോദ്യത്തിന്റെ 3ാം സൂചന. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടതിനു ശേഷം അവർക്ക് നൽകപ്പെട്ടതും മറ്റാർക്കും നൽകപ്പെടാത്തതുമായ ഞാൻ ആര്? Bethel Medical Mission Hospital and Educational Group, Bangalore. Bible Brains. Powered by Good News Live. എങ്ങനെയുണ്ട് മത്സരത്തിൽ പങ്കെടുത്തിട്ട്? നന്നായിരുന്നു എന്നതിലപ്പുറം എന്തെങ്കിലും പറയാനുണ്ടോ ഈ പ്രോഗ്രാമിനെ കുറിച്ച്? ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ പേപ്പറിൽ ചെയ്യുന്ന പോലത്തെ ബൈബിൾ ക്വിസിലെ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ ഇതുവരെ. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ. അപ്പൊ അതിന്റെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ദൈവം വീണ്ടും സഹായിക്കട്ടെ. ബൈബിൾ ബ്രെയിൻസിന്റെ എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. എല്ലാ ഭാവി ഭാസുരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളും ശ്രദ്ധിക്കുക. മത്സരങ്ങൾ പങ്കെടുക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ ഡീറ്റെയിൽസുകൾ നിങ്ങൾ അയയ്ക്കുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. മറ്റൊരു എപ്പിസോഡിൽ കാണുന്നതുവരെ ഗുഡ് ബൈ. At Bethel Medical Mission Hospital, every surgery is more than medicine. It's a mission of healing led by faith and expertise. ആരോഗ്യമേഖലയിൽ ഒരു മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? പഠിക്കുവാൻ ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? എങ്കിലിതാ നിങ്ങളെ സഹായിക്കുവാൻ ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് ഹോസ്പിറ്റൽ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് നിങ്ങൾക്കൊപ്പം. ബഥേൽ മെഡിക്കൽ മിഷൻ നിങ്ങൾക്കായി ഒരുക്കുന്ന കോഴ്സുകൾ: ഫിസിയോതെറാപ്പി ഡോക്ടർ കോഴ്സ്, BSc ഇൻ നഴ്സിംഗ്, MSc ഇൻ നഴ്സിംഗ്, PBBSc, GNM, BSc OTT അനസ്തേഷ്യ +1, അതുപോലെ ഡിഗ്രി കോഴ്സുകൾ BBA, BCom, BCA എന്നിവയാണ്. ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഈ സുവർണ അവസരം നിങ്ങൾ പാഴാക്കാതെ നിങ്ങളുടെ ലക്ഷ്യം നേടൂ. അതിനായി നിങ്ങൾ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക: 8861517777. ഗുഡ് ന്യൂസ് പെന്തക്കോസ്റ്റിന്റെ മുഖശോഭ. ഓരോ ആഴ്ചയിലും ഗുഡ് ന്യൂസ് വാരിക, ഓരോ മിനിറ്റിനും ഓൺലൈൻ ഗുഡ് ന്യൂസ്, ഓരോ കാഴ്ചയിലും ഗുഡ് ന്യൂസ് ലൈവ്.
വായിക്കുക, കാണുക, കേൾക്കുക. പെന്തക്കോസ്തിൻ്റെ ചരിത്രം വിരൽത്തുമ്പിൽ. ഗുഡ് ന്യൂസ്. വിവാഹം അത് മാന്യവും വിശുദ്ധവുമാണ്, ദൈവവുമായുള്ള ഉടമ്പടി. തക്ക തുണ ദൈവം തരുന്ന സമ്മാനം. അത് ഗുഡ് ന്യൂസിലൂടെ ആവട്ടെ. ഓൺലൈൻ ഗുഡ് ന്യൂസ് മാട്രിമോണി. കൂടുതൽ വിവരങ്ങൾക്ക് 9443737226 94005209. Bethel Medical Mission Hospital and Educational Group, Bangalore. Bible Brains. Powered by Good News Live.